ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. പുലർച്ചെ നട തുറന്നപ്പോൾ ദർശനത്തിന് വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കിയതിലൂടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന്. അർജുൻ, എന്തായാലും സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചതോടുകൂടി എന്തായാലും തിരക്കെല്ലാം നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഭക്തജന തിരക്ക് തുടരുകയാണ് സന്നിധാനത്ത്, അല്ലേ? ആര്യ, തീർച്ചയായിട്ടും സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അഭൂതപൂർവമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല എങ്കിൽ കൂടിയും ഭക്തജനങ്ങളുടെ ഒഴുക്കിന് ഇപ്പോഴും ഒരു ശമനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ക്യൂ ഉള്ളത് വലിയ നടപ്പന്തലിൽ മാത്രമാണ്. അതിനങ്ങോട്ടേക്ക് ഈ ശരംകുത്തിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യൂ കോംപ്ലക്സിലേക്കോ ഒന്നും തന്നെ ക്യൂ നീണ്ടുപോയിട്ടില്ല. വലിയ നടപ്പന്തലിൽ മാത്രമാണ് ഇപ്പോൾ ക്യൂ ഉള്ളത്. എന്തായാലും ഏറെ നേരം അയ്യപ്പന്മാർക്ക് കാത്തു നിൽക്കാതെ തന്നെ ദർശനം സാധ്യമാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള. ചേട്ടാ, എവിടെ നിന്ന്? ഞങ്ങൾ ആലുവ. വലിയ നടപ്പന്തലിൽ മാത്രമല്ലേ ക്യൂ നിൽക്കേണ്ടി വന്നത്? വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായില്ല, വലിയ കുഴപ്പമുണ്ടായില്ല. എത്ര പേരുള്ള? ഞങ്ങൾ അഞ്ച് പേര്, 2 കുട്ടികളുണ്ട്. വലിയ കുഴപ്പമില്ല, തിരക്കൊന്നും ഉണ്ടായില്ല. തന്നെയാണ് അയ്യപ്പന്മാരുടെ എല്ലാത്തിനും. അല്ലല്ല, ഞാൻ തൃശ്ശൂർ. ഒരുപാട് ഇവിടെ ഫ്ലൈ ഓവറിൽ മാത്രമേ വരി വന്നിട്ടുള്ളൂ. എപ്പോഴാ കയറി? ഒരു 3 മണി. പുലർച്ചെ 3 മണിക്ക് 6 മണിയാകുമ്പോഴത്തേനും ദർശനം. ദർശനത്തിന്റെ അവിടെ തരേ. എന്തായാലും സോപാനത്തിനടുത്ത്, അതായത് പുലർച്ചെ 3 മണിക്ക് പമ്പയിൽ നിന്നും മല കയറിയിട്ടുള്ള അയ്യപ്പന്മാർക്ക് പോലും ഇപ്പോൾ 6:30 ആകുമ്പോഴത്തേക്കും സോപാനത്തിന് തൊട്ടടുത്തെത്തി. അതായത് മല കയറാൻ വേണ്ടി പോലും വലിയ ക്യൂ ഇല്ല എന്നുള്ളത് തന്നെയാണ്. വലിയ നടപ്പന്തലിൽ ഏകദേശം 1 മണിക്കൂർ താഴെ സമയം മാത്രം ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അയ്യപ്പന്മാർ കൃത്യമായ രീതിയിൽ വെള്ളം ഉൾപ്പെടെ, അതായത് നിശ്ചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിൽ വെള്ളം ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വളണ്ടിയർമാരെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നലെ വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ശബരിമലയിൽ യോഗം ചേർന്നിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള തിരക്ക് അത് ഒരു ഘട്ടത്തിൽ അത് നിയന്ത്രണാതീതമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാ വകുപ്പുകളും തയ്യാറായി നിൽക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇന്നലത്തെ യോഗത്തിൽ തീരുമാനിച്ചതാണ്. ഇന്നിപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. തുടർച്ചയായ രീതിയിൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അത്രയും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു ഭക്തജന തിരക്ക് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇന്നിപ്പോൾ പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ തന്നെ ഫ്ലൈ ഓവറിൽ ഉൾപ്പെടെ ഇപ്പോൾ ഭക്തജനങ്ങളുണ്ട്. പക്ഷേ നടപ്പന്തലിൽ മാത്രമാണ് ഈ പറയുന്ന ഭക്തജനങ്ങളുടെ തിരക്കുള്ളത്. മല കയറുന്നതിനുൾപ്പെടെ വലിയ പ്രയാസങ്ങളില്ല എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ആര്യ. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേർന്നത്. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ്.